ഹായ് ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ PSC ആപ്പ്. PSC വരാനിരിക്കുന്ന ഡിസംബർ ജനുവരി മാസത്തെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പരീക്ഷകളാണെന്ന് നമുക്ക് ഫുൾ പിക്ചർ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പഠനം മാറ്റിവെച്ചിരിക്കുന്നവരൊന്ന് തുടങ്ങുക, റീസ്റ്റാർട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചികകളാണ് നോക്കുന്നത്. നമ്മുടെ ഏതൊരു എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന കുറേയധികം സൂചികകളുണ്ട്. ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഈ സൂചികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയാത്ത പുതിയ കുറേ സൂചികൾ 2025 വന്നിട്ടുണ്ട്. ആ ഒരു സൂചികളെല്ലാം തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ PDF മൈ മെൻറ്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ആ PDF-ൻ്റെ ലിങ്ക്, ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ് SMRI 2025. എന്താണ് SMRI 2025? വളരെ പുതിയൊരു ഇൻഡെക്സ് ആണ്. ഖനി മന്ത്രാലയം പുറത്തിറക്കിയ ആദ്യത്തെ ഇൻഡെക്സ് ആണ്. എന്ത്? സംസ്ഥാന ഖനന സന്നദ്ധതാ സൂചിക അഥവാ സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ധാതു മേഖലയിലെ ആധുനികവൽക്കരണം അല്ലേ, എല്ലാ മേഖലകളും നമ്മൾ പുതിയ ആധുനികവൽക്കരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാതു കൽക്കരി മേഖലയിലൊക്കെ തന്നെ അങ്ങനെയുള്ള ആധുനികവൽക്കരണം നടക്കണം, പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏത് മന്ത്രാലയം? ഖനി മന്ത്രാലയം ആദ്യമായി പുറത്തിറക്കിയ സൂചികയാണ് സംസ്ഥാന ഖനന സന്നദ്ധതാ സൂചിക 2025. നോട്ട് ചെയ്യുക, വളരെ പുതിയൊരു സൂചികയാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ഇത് പുറത്തിറക്കുന്നത് ഖനി മന്ത്രാലയമാണ്, കൽക്കരി ഖനി മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത്. സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളെ, നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെയാണ് പല കാറ്റഗറി ആയിട്ടാണിത് മാറ്റി നിർത്തുന്നത്. എങ്ങനെയാണ്? ആ സംസ്ഥാനങ്ങളുടെ കൽക്കരി അതുപോലെ തന്നെ ഇതര ധാതു വിഭവങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അത് സുസ്ഥിരമായി കൈകാര്യം ചെയ്യുന്നു, ഇതൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് വിലയിരുത്തുകയും അതിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കൽക്കരി ഖനി മേഖലയിലുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യുകയാണ്, അവർക്ക് സംസ്ഥാനങ്ങൾ തമ്മിലൊരു മത്സരം ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വളർത്തിയെടുക്കുക, സുതാര്യമായ ഒരു കോമ്പറ്റീഷനും അതുപോലെ തന്നെ സുതാര്യതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. ആരാണ് നമ്മുടെ ഖനി വകുപ്പിൻ്റെ മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മൈൻസ് ആരാണ്? G. കിഷൻ റെഡ്ഡിയാണ് കേട്ടോ. G. കിഷൻ റെഡ്ഡിയാണ്. ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഓൾറെഡി നിയമനത്തിൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. G. കിഷൻ റെഡ്ഡിയാണ് മൈൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്ററായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഖനി മന്ത്രാലയം പുറത്തിറക്കിയ ഏത് സൂചികയാണ്? സംസ്ഥാന ഖനന സന്നദ്ധതാ സൂചിക അഥവാ സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ് 2025. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാറ്റഗറി ഏതൊക്കെയാണ്, അതനുസരിച്ച് എങ്ങനെ സംസ്ഥാനങ്ങളെ ഒന്ന് റാങ്ക് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഇപ്പം നമ്മൾ അതാണ് നോക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് കാറ്റഗറി A. എന്താണ് കാറ്റഗറി A? ധാതു സമ്പന്നമായിട്ടുള്ള സംസ്ഥാനങ്ങളെയാണ് ആദ്യത്തെ കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് മധ്യപ്രദേശാണ്, 2 രാജസ്ഥാനാണ്, 3 ഗുജറാത്താണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഇങ്ങനെയാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. കാറ്റഗറി Aയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്? ധാതു സമ്പന്ന സംസ്ഥാനങ്ങൾ. സമ്പന്നമായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മോഡറേറ്റിലേക്കാണ് പോകുന്നത്. മോഡറേറ്റ് കാറ്റഗറി B എന്ന് പറയുന്നത് മിതമായ ഉറവിടങ്ങൾ. മോഡറേറ്റ് ലെവലിൽ വരുന്ന 3 സംസ്ഥാനങ്ങൾ, 1, 2, 3 എത്തുന്ന സംസ്ഥാനങ്ങൾ, 1, 2, 3 റാങ്കുകൾ നമ്മൾ നോക്കും. 1 ഗോവയാണ്, 2 ഉത്തർപ്രദേശ്, 3 ആസാം. ഗോവ, ഉത്തർപ്രദേശ്, ആസാമാണ് മോഡറേറ്റ് അഥവാ മിതമായ ഉറവിടങ്ങൾ കാറ്റഗറി Bയിൽ ഉൾപ്പെട്ടിട്ടുള്ള 1, 2, 3 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. മറ്റൊന്ന് കാറ്റഗറി C. എന്താണ്? ലോ എൻഡോവ്മെന്റ് സംസ്ഥാനങ്ങൾ, ഏറ്റവും കുറവ്. ആദ്യം നമ്മൾ സമ്പന്നമായിട്ടുള്ളത് നോക്കി, പിന്നീട് മിതമായിട്ടുള്ളത് നോക്കുന്നു. 3ാമത് നമ്മൾ കാറ്റഗറി C ആണ്, ലോ എൻഡോവ്മെന്റ് സംസ്ഥാനങ്ങൾ. 1 പഞ്ചാബ്, 2 ഉത്തരാഖണ്ഡ്, 3 ത്രിപുര. പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ത്രിപുര എന്നിങ്ങനെയാണ് 1, 2, 3 സംസ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C എന്നാണ് സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ് 2025 റാങ്ക് ചെയ്തിരിക്കുന്നത്. ടോപ്പ് A കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 1, 2, 3 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നു. 2ാമത്തെ കാറ്റഗറി B ആണ്, മിതമായ ഉറവിടങ്ങൾ. 1 ഗോവ, 2 ഉത്തർപ്രദേശ്, 3 എന്താണ്? ആസമാണ്.
അടുത്തത് കാറ്റഗറി സി ആണ്. കാറ്റഗറി സിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1 പഞ്ചാബ്, 2 ഉത്തരാഖണ്ഡ്, 3 ത്രിപുര. അപ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്ന കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി എന്ന് പറയുന്ന 3 കാറ്റഗറി ആയിട്ടാണ് സംസ്ഥാനങ്ങളെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് SMRI 2025. ഖനി മന്ത്രാലയമാണ് ഇത് പുറത്തിറക്കുന്നത് എന്ന് ആലോചിക്കുക. 2025 ആദ്യത്തെ ഇൻഡെക്സ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഖനി മന്ത്രാലയം ഇത്തരത്തിലൊരു സ്റ്റേറ്റ് മൈനിങ് റെഡിനെസ് ഇൻഡെക്സ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതത്രയുമാണ് SMRI 2025. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം, നമ്മളെപ്പോഴും നമ്മുടെ ഒരു PSC എക്സാമിന് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പീസ് ഇൻഡെക്സ് 2025. ലേറ്റസ്റ്റ് ചോദിക്കുമ്പോൾ 2025, എല്ലാ വർഷത്തെയും പീസ് ഇൻഡെക്സ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോൾ 2025 സമാധാന സൂചിക, ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115 നമ്മുടെ സ്ഥാനം 115. സമാധാന സൂചികയിൽ, ആഗോള സമാധാന സൂചികയിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 115. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. 1ാം സ്ഥാനം ഐസ്ലൻഡും 2ാം സ്ഥാനം അയർലൻഡുമാണ്. ഐസ്ലൻഡ്, അയർലൻഡ് നമുക്ക് സ്ഥിരമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ സമാധാനമുള്ളത് ഐസ്ലൻഡിനാണ്. 2ാം സ്ഥാനം ആർക്കാണ്? അയർലൻഡിലാണ്. ഇന്ത്യയുടെ സ്ഥാനം 115. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയുമാണ് വേൾഡ് പീസ് ഇൻഡെക്സ് 2025. നോക്കി വെച്ചിരിക്കാം. ഇതെല്ലാ സൂചികകൾ പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ചു പോകുന്ന പ്രധാനപ്പെട്ട സൂചികകളിൽ ഒന്നാണ് അല്ലേ വേൾഡ് പീസ് ഇൻഡെക്സ് 2025. ഓക്കെ, അപ്പോൾ അടുത്ത സൂചിക നോക്കാം. സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സ് 2025. സുസ്ഥിര വ്യാപാര സൂചിക. എന്താണ്? സുസ്ഥിര വ്യാപാര സൂചിക. അപ്പം വ്യാപാരവുമായി ബന്ധപ്പെട്ടൊരു സൂചികയാണ്. എന്താണ് ഈ സൂചികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യങ്ങളാണ് പല അല്ലേ, നമ്മുടെ ലോകത്തിലെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സൂചികകളാണ്. ഓരോ രാജ്യങ്ങളും സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്നത്, അതുപോലെ തന്നെ സാമൂഹിക മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ, പരിസ്ഥിതി സുസ്ഥിരത ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വ്യാപാര വികസന നയങ്ങൾ, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള വ്യാപാര വികസന നയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യം അവരുടെ വ്യാപാര നയങ്ങളിൽ എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉൾപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ടുള്ള സുതാര്യത, സാമൂഹികമായിട്ടുള്ള ഉൾപ്പെടുത്തുകളെല്ലാം കൂട്ടി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഒരു രാജ്യം എന്താണ് വ്യാപാര നയങ്ങൾ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത്. ഈ സൂചിക പുറത്തിറക്കുന്നത് ഹെൻറിച്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ IMD വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് സെൻറ്ററും ചേർന്നിട്ടാണ്. IMD വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് സെൻറ്ററും ഹെൻറിച്ച് ഫൗണ്ടേഷനും ചേർന്നാണ് ഈ സുസ്ഥിര വ്യാപാര സൂചിക അഥവാ സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 മേഖലയാണ്. ഒന്ന് എക്കണോമിക്കലി ഉള്ള കാര്യങ്ങൾ, മറ്റൊന്ന് സോഷ്യലി ഉള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ, മറ്റൊന്ന് എന്താണ് എൻവയോൺമെൻറ്റ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 പില്ലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എക്കണോമിക്കൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിലെ വളർച്ച, സോഷ്യലി അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള മേഖലകളിലെ ഉൾപ്പെടുത്തിക്കൊണ്ട്, മറ്റൊന്ന് പരിസ്ഥിതിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇത് 3നെയും ഒക്കെ അടിസ്ഥാനമാക്കി എങ്ങനെ ഒരു രാജ്യം ഒരു എന്താണ് വ്യാപാര വികസന നയങ്ങൾ സംയോജിപ്പിച്ചു കൊണ്ട് പോകുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തയ്യാറാക്കുന്നത്, സുസ്ഥിര വ്യാപാര സൂചിക തയ്യാറാക്കുന്നത്. ആരാ തയ്യാറാക്കുന്നത്? ഹെൻറിച്ച് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ IMD വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് സെൻറ്ററാണ്. ഇവർ ചേർന്നിട്ടാണ് പുറത്തിറക്കുന്നത്. അങ്ങനെ പുറത്തിറക്കിയ സൂചികയിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23. ഇന്ത്യയുടെ സ്ഥാനം 23. സുസ്ഥിര വ്യാപാര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. അതുപോലെ തന്നെ ഈ ഒരു സൂചികയിൽ ഒന്നാമതെത്തിയിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK ആണ്. UK ആണ് ഈ പറയുന്ന സുസ്ഥിര വ്യാപാര സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം. UK ആണ്, യുണൈറ്റഡ് കിങ്ഡം ആണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. 2ാം സ്ഥാനം ന്യൂസിലൻഡിനാണ്. സുസ്ഥിര വ്യാപാര സൂചികയിൽ 1ാം സ്ഥാനം UK ആണ്, 2ാം സ്ഥാനം ന്യൂസിലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. ക്ലിയർ ആണല്ലോ? അപ്പം സുസ്ഥിര വ്യാപാര സൂചിക അഥവാ സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. ഇന്ത്യയുടെ സ്ഥാനം 23. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു നമ്മൾ എപ്പോഴും പാസ്പോർട്ട് ഇൻഡെക്സ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സുമായി ബന്ധപ്പെടുന്ന ചോദ്യം. നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾ PSC എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്.
അങ്ങനെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 എങ്ങനെയാണ്? പാസ്പോർട്ട് ഹോൾഡേഴ്സ്, ഒരു രാജ്യത്തിലെ പാസ്പോർട്ട് ഉള്ള ആളുകൾക്ക് വിസ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ആയിട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിംഗപ്പൂറാണ്. സിംഗപ്പൂറാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പ്രകാരം എന്ന് ഒന്നാം സ്ഥാനം. 193 രാജ്യങ്ങളിൽ അവർക്ക് വിസ ഫ്രീ ആക്സസ് ഉണ്ട്. സിംഗപ്പൂറാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 എന്ത് ഒന്നാം സ്ഥാനം. നമ്മുടെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം 85 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. 57 രാജ്യങ്ങളിലാണ് നമുക്ക് വിസ ഫ്രീ ആക്സസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഒന്നുകിൽ നമുക്ക് വിസ ഫ്രീ ആക്സസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് വിസ അപ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ അത് 85-ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്താണ്? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനാണ്. 85-ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഏറ്റവും താഴെയുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. 106-ാമത്തെ സ്ഥാനമാണ് ഏത് രാജ്യത്തിനുള്ളത്? അഫ്ഗാനിസ്ഥാനാണ്. അതും ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും ലാസ്റ്റ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 106-ാമത്തെ പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്താണെന്ന് നോക്കുക. അതിൻ്റെ സൂചികൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ സൂചികകളുടെ നമ്മുടെ റാങ്കിങ് എത്രയാണെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. കൂടുതലും സൂചികകളുടെ റാങ്കിങ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അടുത്തത് ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം 2025. എന്താണ് എക്കണോമിക് ഫ്രീഡം? സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 12ഓളം സാമ്പത്തിക എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിസിലാണ് ഇത്തരത്തിലൊരു റാങ്കിങ് തയ്യാറാക്കുന്നത്. ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം ആണ്. 2025 റാങ്കിങ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 128 ആണ്. 128. അപ്പോൾ ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 128 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 128 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് സിംഗപ്പൂരിനാണ്. സിംഗപ്പൂരിലാണ് ഒന്നാം സ്ഥാനം നേടുന്നത്. സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനത്തിലാണ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി 12ഓളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സൂചിക പുറത്തിറക്കുന്നത്. ആ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നമ്മൾ പഠിക്കേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് എന്താണ്, അതുപോലെ തന്നെ ഒന്നാമതെത്തിയിരിക്കുന്ന രാജ്യം, അതുപോലെ തന്നെ രണ്ടാമതെത്തിയിരിക്കുന്ന രാജ്യങ്ങൾ പഠിച്ചു പോവുക. രണ്ടാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ് കേട്ടോ. അപ്പോൾ രണ്ടാം സ്ഥാനം എന്താണ്? സ്വിറ്റ്സർലൻഡിനാണ്. ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക 2025 ഒന്നാമതെത്തിയിരിക്കുന്നത് സിംഗപ്പൂർ, രണ്ടാമതെത്തിയിരിക്കുന്നത് ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം, നമ്മുടെ സ്ഥാനം നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം, 128 ആണ്. ഓക്കെ ആണല്ലോ? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 128 ആണ്. അടുത്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025. ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025 ആണ്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഇത്തരത്തിലൊരു റാങ്കിങ് പുറത്തിറക്കുന്നത്. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന റാങ്കിങ് ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഗ്ലോബൽ? പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് സാങ്കേതിക മേഖലയിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, അപ്പോൾ നൂതനമായ ആശയങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. അത് എല്ലാ മേഖലയിലും, സാങ്കേതികം, സാമൂഹികമായിട്ടുള്ള മേഖലയിൽ, എക്കണോമിക് മേഖലയിൽ, ശാസ്ത്ര മേഖല എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ത് പുറത്തിറക്കുന്നത്? ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025. ഈ വർഷത്തെ 2025 പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. കഴിഞ്ഞ വർഷം 48 ആയിരുന്നു. ഇത്തവണ ഇന്ത്യയുടെ സ്ഥാനം 38 ആണ്. ഓക്കെ, അപ്പം ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്കിങ്ങിൽ എത്രയായി? 38ാമത്തെ റാങ്കിലാണ് ഇന്ത്യ. അതിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. രണ്ടാം സ്ഥാനം സ്വീഡൻ ആണ്. സ്വിറ്റ്സർലൻഡ് ആണ് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ ആരാണ്? സ്വീഡൻ ആണ്. ഏത് ഇൻഡെക്സ് ആണ്? ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025. ഇന്ത്യയുടെ സ്ഥാനം GII 2025 ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യ 38th പൊസിഷനിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം അത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അപ്പം പാസ്പോർട്ട് ഇൻഡെക്സ് പഠിച്ചു, എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് പഠിച്ചു, അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025 നമ്മൾ പഠിച്ചു. അടുത്തത് QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് 2025. 2025 ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് 2025 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടു വർക്ക്,
ജോലി ചെയ്യാനുള്ള ബേസിസിൽ, അതുപോലെ തന്നെ അക്കാഡമിക് റെഡിനെസ്സിൻ്റെ ബേസിസിൽ, സ്കിൽസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ 4 വ്യത്യസ്ത മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 റാങ്കിങ് സംവിധാനമുണ്ട്. ആ ഒരു റാങ്കിങ് സംവിധാനത്തിൽ നിന്ന് ഒരു ഓവറോൾ റാങ്കിങ് എടുക്കും. അതാണ് വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ സ്കിൽ, നൈപുണ്യ വികസന മേഖലയിലൊക്കെ, നൈപുണ്യ വികസനത്തിലും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, അക്കാഡമിക് റെഡിനെസ്, പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ടു വർക്ക്, ജോലി ചെയ്യാനുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു റാങ്കിങ് തയ്യാറാക്കും. ആ ഒരു റാങ്കിങ്ങിൽ ഓവറോൾ വന്നിരിക്കുന്നതിൽ 25-ാം സ്ഥാനത്താണ് ഇന്ത്യ. 25-ാം സ്ഥാനത്താണ് ഇന്ത്യ. വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 25 ആണ്. എളുപ്പമുണ്ട്, 2025 ആണ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സിൽ 2025 25-ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? 25-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അതിൻ്റെ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് UK ആണ്. 1-ാം സ്ഥാനം UK-ക്കും 2-ാം സ്ഥാനം ന്യൂസിലൻഡിനുമാണ്. 1-ാം സ്ഥാനം UK, 2-ാം സ്ഥാനം ആർക്കാണ്? ന്യൂസിലൻഡ് ആണ്. നമ്മുടെ റാങ്ക് എത്രയാണ്? 25. ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്കിങ് 25 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2025. എപ്പോഴും PSC ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളിലൊന്നാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്, പീസ് ഇൻഡെക്സ്, ഹങ്കർ ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇതൊക്കെ PSC എപ്പോഴും നിരന്തരം ചോദിക്കുന്ന ഇൻഡെക്സുകളാണ്, സൂചികകളാണ്. അപ്പോൾ നമ്മളത് കൃത്യമായി പഠിച്ചു പോകുന്നതാണ്. ഇപ്പോൾ 2025 ഇന്ത്യയുടെ സന്തോഷ സൂചിക എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 118 ആണ് സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. 1-ാം സ്ഥാനം ഫിൻലൻഡിനാണ്, 2-ാം സ്ഥാനം ഡെൻമാർക്കിനാണ്, 3-ാം സ്ഥാനം ഐസ്ലൻഡിനാണ്. 1-ാം സ്ഥാനം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഏതാണ്? ഫിൻലൻഡിനാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഡെൻമാർക്കാണ്, 3-ാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118 ആണ് കേട്ടോ, 15 അല്ല 18. 118-ാം സ്ഥാനമാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ. അതിൽ 1-ാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ ഫിൻലൻഡാണ്. ഇതൊക്കെ നമ്മൾ സന്തോഷ സൂചികയിലൊക്കെ ഫിൻലാൻഡൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അല്ലേ? അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. 1-ാം സ്ഥാനം ഹാപ്പിനെസ് ഇൻഡെക്സ് ഫിൻലൻഡാണ്, 2-ാമത് ഡെൻമാർക്ക്, 3-ാമതാണ് നമ്മുടെ ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 118. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ഏത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുമായി ബന്ധപ്പെടുന്ന പോയിന്റുകൾ. അടുത്തത് സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2025. സ്മാർട്ട് സിറ്റികളെ റാങ്ക് ചെയ്യുമ്പോൾ ലോകത്തിലെ 1-ാമതെത്തിയിരിക്കുന്ന സ്മാർട്ട് സിറ്റി റാങ്കിങ്ങിൽ 1-ാമതെത്തിയിരിക്കുന്നത് സ്വീറിച്ച് ആണ്. സ്വിറ്റ്സർലൻഡിലെ സ്വീറിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സ്മാർട്ട് സിറ്റി ബേസിസിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സ്മാർട്ട് സിറ്റി റാങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിറ്റികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നടക്കുന്നത് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പം അത്തരത്തിൽ സ്മാർട്ട് സിറ്റി ഇൻഡെക്സിൽ 1-ാമതെത്തിയിരിക്കുന്നത് സ്യൂറിച്ച് ആണ്, സ്വിറ്റ്സർലൻഡിലെ. ഇന്ത്യൻ നഗരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ ഇന്ത്യൻ നഗരങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന നഗരം 104-ാമത്തെ റാങ്കിൽ ഉൾപ്പെട്ടത് ഡൽഹിയാണ്. ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് ഡൽഹിയാണ്. 104-ാമത്തെ റാങ്കാണ്. 106-ാമത്തെ റാങ്കിൽ മുംബൈ ഉണ്ട്. ഹൈദരാബാദ് 109 ബാംഗ്ലൂരു എത്രയാണ്? 110. ഇത്തരത്തിൽ ഇന്ത്യൻ നഗരങ്ങളിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നഗരങ്ങളാണ്. ഡൽഹി ഉൾപ്പെട്ടിട്ടുണ്ട്, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു. ഡൽഹിക്ക് 104-ാം സ്ഥാനമാണ്, മുംബൈ 106, ഹൈദരാബാദ് 109, ബാംഗ്ലൂരു 110. ഇന്ത്യൻ നഗരങ്ങളുടെ റാങ്കിങ് ആണ്. ഏത് ഇൻഡെക്സ് ആണ്? സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2025 പ്രകാരം 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നത് സ്വീറിച്ച് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. അത് സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. എല്ലാ പരീക്ഷയ്ക്കും മിക്കവാറുള്ള എക്സാമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് HDI ഇൻഡെക്സ്, മാനവ വികസന സൂചിക. HDI ആണല്ലോ. 2025 മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ഏത് ഇന്ത്യയുടെ സ്ഥാനം. എത്രയാണ്? 131 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇവിടെ 1-ാം സ്ഥാനം ആർക്കാണ്? ഐസ്ലൻഡിനാണ്. 1-ാം സ്ഥാനം ഐസ്ലൻഡിനാണ്. മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഐസ്ലൻഡിനാണ്. 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് നോർവേ ആണ്. HDI ഇൻഡെക്സിൽ 2-ാം സ്ഥാനം നോർവേക്കാണ്. ഐസ്ലൻഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതൊന്ന് നോക്കി വെച്ചിരിക്കുക. 1-ാം സ്ഥാനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഐസ്ലൻഡിലാണ്. ഇന്ത്യയുടെ സ്ഥാനം 131. കൂടുതലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിക്കുന്നത്. HDI ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചികകളാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്.
വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 102 കേട്ടോ. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 102. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്കിങ് 102. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ് ഹങ്കർ ഇൻഡെക്സ്, ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ്, പീസ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. ഈ സ്മാർട്ട് സിറ്റി അതുപോലെ തന്നെ SMRI ഒക്കെ നമ്മൾ പുതിയതായിട്ട് സ്മാർട്ട് സിറ്റി ഒന്നും നമ്മൾ എപ്പോഴും പഠിക്കുന്നതല്ല. SMRI ആദ്യമായി വന്ന റാങ്കിങ് ആണ്. അപ്പോൾ ആ സൂചികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആണ് NIRF 2025. എന്താണ് NIRF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ യൂണിവേഴ്സിറ്റീസിനെ, കോളേജിനെ, അതുപോലെ തന്നെ എന്താണ് മാനേജ്മെൻറ്റ് അടിസ്ഥാനത്തിൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു റാങ്കിങ് ആണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്നതാണ് ഏത്? NIRF അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് 2025. ഏത് വകുപ്പാണ്, ഏത് മന്ത്രാലയമാണ് പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. ആരാണ്? വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പുറത്തിറക്കുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ചുമതലയുള്ള മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ് കേട്ടോ. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസ മന്ത്രി. അത് നോക്കി വെച്ചിരിക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു NIRF റാങ്കിങ് പുറത്തുവിടുന്നത്. അപ്പോൾ ആ ഒരു റാങ്കിങ് പല കാര്യത്തിന് അവർ ഓവറോൾ ആയിട്ടുള്ളൊരു റാങ്കിങ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓവറോൾ റാങ്കിങ് കണ്ട് എഞ്ചിനീയറിംഗ് കോളേജസിന് ലിസ്റ്റ് എടുത്ത് റാങ്ക് ചെയ്യുന്നുണ്ട്, ടോപ്പ് മാനേജ്മെൻറ്റുകളെ റാങ്ക് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റീസിനെ റാങ്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോളേജസിനെ റാങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡേറ്റാസ് ഞാൻ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ റാങ്കിങ്ങിൽ 2025 NIRFൻ്റെ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമത് അല്ലെങ്കിൽ ഏറ്റവും മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് IIT മദ്രാസ് ആണ്. തുടർച്ചയായിട്ട് IIT മദ്രാസ് തന്നെയാണ് ഓവറോൾ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ IIT മദ്രാസ് ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് ഓവറോൾ വിഭാഗത്തിൽ മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ലിയർ ആണല്ലോ? അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പഠനത്തിൻ്റെയും അല്ലെങ്കിൽ പഠന വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. വെറുതെ ഒരു റാങ്ക് കൊടുക്കുകയാണോ? അല്ല, പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം അധ്യാപനം നോക്കും, പഠന വിഭവങ്ങളുടെ അടിസ്ഥാനം നോക്കും, അവിടെ നടത്തുന്ന ഗവേഷണത്തിൻ്റെയും പ്രൊഫഷണൽ പ്രാക്ടീസുകൾ നോക്കും, അതുപോലെ തന്നെ റിസൾട്ടുകൾ നോക്കും അല്ലേ. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ആൾക്ക് എത്ര പേര് പാസ്സാവും എന്നുള്ളത് നമ്മൾ നോക്കാറില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ബിരുദ ഫലങ്ങൾ നോക്കുന്നുണ്ട്. ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, പിയർ പ്രസഷൻ, അതുപോലെ തന്നെ 5 മാനദണ്ഡങ്ങൾ. ഇത്രയും 5 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NIRF റാങ്കിങ് തയ്യാറാക്കുന്നത്. അധ്യാപനം, പഠന വിഭവങ്ങൾ, അതുപോലെ തന്നെ ഗവേഷണം, ബിരുദ ഫലങ്ങൾ, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതുപോലെ തന്നെ പിയർ പ്രസഷൻ, ഇങ്ങനെ 4-5 ഫാക്ടേഴ്സുകളുണ്ട്. ഓരോ ഫാക്ടേഴ്സിനും ഇത്ര ശതമാനം വീതമാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് NIRF റാങ്കിങ് തയ്യാറാക്കുന്നത്. ആ റാങ്കിങ് 2025 ഓവറോൾ റാങ്കിങ്ങിൽ മുന്നിലെത്തിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് അല്ലെങ്കിൽ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് മേഖല, എഞ്ചിനീയറിംഗ് മേഖല, യൂണിവേഴ്സിറ്റീസ്, കോളേജസിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് ഞാൻ ജസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഓവറോൾ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് കാരണം തുടർച്ചയായിട്ട് IIT മദ്രാസ് ഈ പറയുന്ന ഓവറോൾ മികച്ച സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ PDF-ൽ ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പല സൂചികൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ പുതിയതായിട്ട് വന്ന സൂചികൾ കൂടിയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൂചികൾ കൂടി നിങ്ങൾ കൃത്യമായി പഠിക്കുക. വരാനിരിക്കുന്ന എക്സാമിനൊക്കെ തന്നെ സൂചികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൃത്യമായിട്ട് പഠിക്കുക.